നല്ലതോർത്താൽ ശത്രുക്കൾ മുമ്പിൽ തൻ ശക്തിയിൽ ഞാൻ ജയ കീർത്തനങ്ങൾ പാടിടും. ദേവനെ പുകഴ്ത്തി സ്തുതിച്ചിടുവിൻ, അവൻ നല്ലവനാകയാൽ ദേവനെ പുകഴ്ത്തി സ്തുതിച്ചിടുവിൻ. പ്രൈസ് ദി ലോർഡ്. നാം പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളിലും നമ്മുടെ ആവശ്യങ്ങളിലുമൊക്കെ മറ്റു മനുഷ്യരിലേക്ക് നമ്മൾ ആശ്രയിക്കുകയും അവരിലേക്കൊക്കെ നോക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ബൈബിളിൽ പറയുകയാണ്, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ നമ്മൾ അതൊക്കെ ആവശ്യം വരുമ്പോൾ എല്ലാം മറന്നു പോകുമെന്ന് പറയുന്ന പോലെ ആ സാഹചര്യങ്ങളിൽ അതെല്ലാം മറന്നിട്ട് നമ്മൾ സഹായിച്ചവരും അല്ലെങ്കിൽ നമ്മളെ സഹായിപ്പാൻ കടപ്പെട്ടവരെയുമൊക്കെ നമ്മളിങ്ങനെ വലിയ പ്രതീക്ഷയോടെ പോയി നോക്കും. എന്നാൽ പിന്നത്തേതിൽ അതെല്ലാം ഭയങ്കര നിരാശയ്ക്ക് കാരണമായി തീരും. എന്നാൽ നമ്മൾ എന്ത് സഹായം ചെയ്താലും അതൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ചെയ്യണം. എന്നിട്ട് നമ്മൾക്കൊരാവശ്യം വരുമ്പോൾ തിരിച്ച് അവരോട് നമ്മൾ സമീപിക്കാനും പാടില്ല എന്നുള്ളതാണ് ഈ പാട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ സകല കാര്യങ്ങളും ഞാൻ നിർവഹിക്കാം, നിൻ്റെ ആവശ്യങ്ങൾ ഞാൻ ചെയ്തു തരാം. പക്ഷെ നമ്മൾ വിശ്വാസത്തോടു കൂടെ അവനെ സമീപിക്കണമെന്നുള്ളതാണ്. അതിന് നമുക്ക് പലപ്പോഴും കഴിയാറില്ല. നമ്മൾ ചെന്ന് മനുഷ്യരോട് പറയുമ്പോൾ അവരെന്താണ് നമ്മളോട് പറയുന്നത്? ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കും, നീ എന്തിനാ അതിൽ പോയി ചാടിയത് എന്ന് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തും. എന്നാൽ നമ്മുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾക്ക് ഒരു കൈത്താങ്ങ് തരാൻ പലപ്പോഴും നമ്മൾ ചെന്ന് സമീപിക്കുന്നവർക്കൊന്നും സാധിക്കണമെന്നില്ല. ചിലർക്ക് മനസ്സുണ്ടായിരിക്കും കേട്ടോ, എന്നാൽ അവർക്ക് മാർഗമില്ലായിരിക്കും. എന്നാൽ മാർഗമുള്ളവർക്ക് മനസ്സുമില്ലായിരിക്കും. അതുകൊണ്ട് ഇനി മുതലെങ്കിലും നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മുടെ അരുമനാഥനായ കർത്താവിനോട് ചെന്ന് പറയുകയും അതിനെല്ലാം പരിഹാരം അവിടെ നിന്ന് ലഭിക്കാനായി കാത്തിരിക്കുകയും ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പൊന്നുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.